അപ്പോൾ ഇതാണ് എക്സീഡിയുടെ 2-way റേഡിയോ ട്രേഡ് 2 പാക്ക്. ഓക്കെ, എന്തോ നമ്മുടെ വാക്കി ടോക്കി വലിയ അലങ്കാരമൊന്നും വേണ്ട. അപ്പോൾ സംഭവം മനസ്സിലായില്ല. വാക്കി ടോക്കി നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു സംഭവം നമുക്ക് ആവശ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപകാരപ്പെട്ടായി. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്ഥലത്ത് പോയപ്പോൾ ഇതുപോലെ റേഞ്ച് ഇല്ലാതെ എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഒരു പ്രശ്നം വന്നു ഫുള്ളായിട്ട്. അപ്പോൾ നമ്മൾ അന്ന് വിചാരിച്ചു ഇതുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഫ്രണ്ട് അനീഷിൻ്റെ ഒപ്പം ഒന്ന് ക്യാമ്പിങ്ങിനൊക്കെ പോയിരുന്നപ്പോൾ 2 വണ്ടിയിൽ പോയപ്പോൾ ഈ റേഡിയോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളെ കമ്മ്യൂണിക്കേഷനൊക്കെ ഹെൽപ്പ് ചെയ്തത്. നമ്മൾ പെട്ടെന്ന് മൃഗങ്ങളെ കാണുമ്പോൾ വിളിച്ച് പറയാനൊക്കെ ആയിട്ട് ഈ സംഭവം അന്നും ഞാനൊന്ന് നോട്ടിട്ട് വെച്ചായിരുന്നു. പിന്നെ അതിങ്ങനെ ചെറുപ്പത്തിലേ ഉള്ള ആഗ്രഹമായിരുന്നു. പിന്നെ അതിങ്ങനെ പോയി കഴിഞ്ഞ ദിവസം നമ്മൾ പെട്ടപ്പോഴാണ് ആലോചിച്ചത് ഇതൊന്ന് മേടിക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം JB Hi-Fi പോയപ്പോൾ ഈ സംഭവം ഓഫറിലേക്ക് എടുക്കുന്നു. എന്നാൽ പിന്നെ ഇതാണ് റൈറ്റ് ടൈം എന്ന് കരുതി മേടിച്ചു. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇത് നല്ലൊരു കേസിലാണ് വരുന്നത്. നമുക്ക് ഈ സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനും എടുത്തു വയ്ക്കാനൊക്കെ. നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം സാധനങ്ങൾ വലിച്ചു വാരിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കേസ് ഉള്ളതുകൊണ്ട് ഇതിൽ തന്നെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അലങ്കോലമായിട്ട് കിടക്കില്ല എന്ന് വിചാരിക്കുന്നു. നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റേഡിയോ. ഇതിനൊരു പോക്കറ്റൊക്കെ ലൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു ഹോൾഡർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് രണ്ടാമത്തെ പീസ്, അതിനും ഒരു ഹോൾഡർ വന്നിട്ടുണ്ട്. ഇത് റേഡിയോ ചാർജ് ചെയ്യാനുള്ള സ്റ്റാൻഡാണ്. ഇത് 2 തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള 2 പ്ലഗ് ചെയ്യാൻ പറ്റുന്ന തന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് 2 ചാർജ് ചെയ്യാനായിട്ട് കാറിലും നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് അതിനുള്ളൊരു അഡാപ്റ്റർ വന്നിട്ടുണ്ട്. ഇത് അങ്ങനെ കണക്ട് ചെയ്യാനായിട്ടുള്ള USB പോർട്ടാണ്. 2 ഉണ്ട്. ഇതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇതെന്താണ്? ബാറ്ററി. 2 ബാറ്ററി ഉണ്ട്. അപ്പോൾ നമുക്കിത് ഇട്ട് നോക്കാം. അപ്പോൾ ബാറ്ററി ഇടാനായിട്ട് നമ്മൾ ഈ സംഭവം ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാറ്ററി ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സെറ്റായിട്ടുണ്ട്. ഇട്ടിരിക്കട്ടെ. എന്താ പോയേ? അതിനിടയ്ക്ക് ഒന്നുണ്ടായിരുന്നു, താഴെ പോയി. അപ്പോൾ ഇത് രണ്ടാമത്തെ നമ്മൾ ഈ പൗച്ചിൽ നൂരുക. ഈ ബാറ്ററി ഇത് ചാർജിങ് സോക്കറ്റിൽ വയ്ക്കുമ്പോൾ ചാർജ് ആവാനായിട്ടുള്ള പോർട്ടാണ്. ഇത് പുറത്തേക്ക് വരണം. ഇതിങ്ങനെ വെക്കുന്നു. ഈ ലോക്ക് ഇവിടെ ലോക്ക് ചെയ്യാം. നല്ലൊരു ക്വാളിറ്റി തോന്നുന്ന സാധനമാണ്, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഇവിടെ ചാനൽ ചേഞ്ച് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതാണ് സംസാരിക്കാനുള്ള സ്വിച്ച് എന്ന് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതൊന്ന് പൗച്ചിലിടാം. അപ്പോൾ പൗച്ചിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ടീഷർട്ടിലൊക്കെ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. നമുക്ക് പാൻറ്റിൻ്റെ പോക്കറ്റിലൊക്കെ ഹോൾഡ് ചെയ്യാം. നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഇനിയപ്പോൾ നമുക്കിത് ഓൺ ചെയ്യാം. ഇതാണെന്ന് തോന്നുന്നു അതിൻ്റെ ഇത് വോളിയം സ്വിച്ച്. എനിക്ക് തോന്നുന്നു ഇതിൽ തന്നെയായിരിക്കും ഓൺ ചെയ്യുന്നത്. അതെ, ഓണായി. നമുക്ക് അടുത്തത് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ചാനൽ 1ലാണ് കിടക്കുന്നത്. ഇത് ഏതായിരുന്നു ചാനൽ? ഒന്നും കൂടെ ഓഫ് ചെയ്ത് നോക്കാം. ചാനൽ 1 ആണ്. നമ്മളിതിൽ 2ലും ഒരേ ചാനൽ ഇട്ട് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. നമ്മളിതിൽ ചാനൽ 1ഉം ഇതിൽ ചാനൽ 2 ഇട്ട് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. 2ലും ഒരേ ചാനൽ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ 2ലും ചാനൽ 1 സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കേൾക്കുമെന്ന് നോക്കാം. ഹലോ 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 കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് വരുന്നത് ഇത് അടുത്തടുത്തുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള അറ്റാച്ച്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഈ ബട്ടൺ, ഈ സൈഡിലുള്ള ഈ ബട്ടൺ ഉണ്ടല്ലോ, പ്രസ് ചെയ്തിട്ട് ഹലോ. ഭയങ്കര ഡിസ്റ്റർബൻസ് വരുന്നു. ഞാനതൊന്ന് മാറ്റി വയ്ക്കട്ടെ. ഹലോ ഹലോ. ഓക്കെ, അതിലും നോക്കാം. നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഹലോ ഹലോ. ഈ ബട്ടണാണ് ചാനൽ ചേഞ്ച് ചെയ്യാനുള്ളത്. ഇപ്പം ഞാൻ ചാനൽ 2ലോട്ട് ഇടാം. ചാനൽ 2 ഇട്ടു. ഹലോ. വർക്ക് ചെയ്യുന്നില്ല. 2 ഒരേ ചാനലിടുമ്പോൾ നമുക്ക് ചാനൽ 1ലോട്ട് വരാം. ഹലോ. വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ബാക്കി കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതെങ്ങനെ ചാർജ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ,
ഓ നമുക്കിത് ഈ കേസിൽ നിന്ന് ഊരേണ്ട കാര്യമില്ല കേട്ടോ. കേസിൽ നിന്ന് ഊരിയപ്പോൾ ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ കേസിൽ വെച്ചിട്ട് തന്നെ ഇതിങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇവിടെ പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചാർജ് ആവും. ചാർജ് ആകുമ്പോൾ എന്താണ് സെറ്റപ്പ് എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു റെഡ് ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ ചാർജിങ് ഇൻഡിക്കേറ്റർ ആണ്. അത് ഗ്രീൻ ആകുമ്പോൾ ഫുൾ ചാർജ് ആവുമായിരിക്കും. ഓക്കെ, നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി എന്താണ് ബാക്കിയുള്ള അറ്റാച്ച്മെൻറ്റ്സ് നോക്കാം. കാറ്റലോഗിൻ്റെ ആവശ്യം വരില്ല എന്ന് തോന്നുന്നു. കാരണം അന്ന് അനീഷിനോടെ പോയപ്പോൾ അവനാണ് എനിക്ക് ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഒക്കെ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ഇത്രയും പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റിയത്. എൻ്റെ ഒരു ബേസിക്സ് അറിയായിരുന്നു. ഇത് നമുക്ക് മാല ഫ്രീയാ കഴുത്തിൽ ഒക്കെ തൂക്കിയിടാൻ പറ്റുന്നത്. ഓക്കെ, ഇതിന് ഇവിടെ ഇങ്ങനെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇത് ഈ ഒരു ഹോളിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ പോക്കറ്റിൽ വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ കഴുത്തിൽ ഹാങ് ചെയ്തിടാം. അത് ഈ ഒരു നീല കളർ വെച്ചിട്ട് ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ബോറായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് എടുത്ത് വയ്ക്കാം. ഇനി എപ്പോഴേലും ആവശ്യം വന്നെടുക്കാം. ഇനി വേറെ സംഭവം കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മറ്റേ ഫിലിംസിലൊക്കെ കണ്ടില്ലേ, ഈ കമാൻഡോ ഓപ്പറേഷൻസ് ഒക്കെ നടക്കുമ്പോൾ അവർ ചവിട്ടിൽ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് കൊള്ളാം. നമ്മളെ കുറേ പടങ്ങളിൽ ഇങ്ങനെ കാണാം. അപ്പോൾ ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കുക. ഇതിൻ്റെ പോർട്ട് ഇവിടെ നമുക്കൊരു ഡോക്ക് ചെയ്യാനുള്ളൊരിതുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തു. ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? അപ്പോൾ ഒരു വലിയൊരു പ്ലഗും ഒരു ചെറിയ പ്ലഗും. അപ്പോൾ അത് നേരെ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ആയിട്ടുണ്ട്. ഇത് നമുക്ക് 2 ഇയറിലേക്കും വെക്കാവുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും. ഓക്കെ, നമുക്കിത് അടുത്ത ചെവിയിലോട്ട് ഒന്ന് നോക്കാം. ഓക്കെ, ഫിക്സ് ആയിട്ടുണ്ട്. എങ്ങനെ വൃത്തിയിടണ്ട? ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇനി ഈ സ്വിച്ച് വേണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതിനൊരു സ്വിച്ച് ഉണ്ട് ഇവിടെ. ഹലോ ഭയങ്കര ഡിസ്റ്റർബൻസ്. ഒന്ന് മാറ്റി പിടിക്കാം. ഹലോ. ഇനി നമുക്ക് ഇതിൻ്റെ ഇയർ പീസ് വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ഇതിലൊന്ന് സംസാരിച്ച് നോക്കട്ടെ. ഹലോ. ഓക്കെ, കേൾക്കാം. അപ്പോൾ ആ സംഭവം വർക്കിംഗ് ആണ്. ഇനി നമുക്ക് അതിലും ഒന്ന് കണക്ട് ചെയ്ത് നോക്കുന്നത്. 2 വർക്കിംഗ് ആണെന്ന് അറിയണമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിത് ക്യാമറ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഒന്ന് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് 2 പേരും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഹലോ കേക്കാം. ഓക്കെ, ഓവർ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ ഓവർ പറയാൻ തോന്നുന്നുണ്ട്. അതെ, യെസ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇയർ പീസും വർക്ക് ചെയ്യുന്നുണ്ട്. കൊള്ളാം. നമ്മൾ കൊടുത്ത പ്രൈസിന് നല്ലൊരു സംഭവം തന്നെയാണ്. നല്ല ബിൽറ്റ് ക്വാളിറ്റി ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് വെച്ച് കഴിഞ്ഞാൽ 12 കിലോമീറ്റർ 80 ചാനൽസ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് അപ് ടു 12 കിലോമീറ്റേഴ്സ് കമ്മ്യൂണിക്കേഷൻ കിട്ടും. പിന്നെന്താണ്, ബാറ്ററി നമുക്ക് 11 hours കിട്ടും. 11 hours എന്ന് വെച്ചാൽ നമ്മളിത് പ്രസ് ചെയ്ത് സംസാരിക്കുന്നത് മാത്രമേ നോക്കുള്ളൂ. അല്ലാതെ ഇത് നമ്മൾ 11 മണിക്കൂർ കഴിയുമ്പോൾ ഓഫായി പോകില്ല. നമ്മളിത് ഇങ്ങനെ 11 മണിക്കൂർ ഇത് യൂസ് ചെയ്യുമ്പോഴേ അത് പോവുള്ളൂ. ഹലോ. അപ്പോൾ ഓക്കെ, ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അങ്ങനെ ഭയങ്കര എക്സ്പെഡിഷൻ ചെയ്യുന്നവർക്കൊക്കെ ഉപയോഗിക്കാനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അത്ര വലിയ എക്സ്പെഡിഷൻ ഇല്ലെങ്കിലും നമുക്കൊന്ന് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.